നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ബോൺമൗത്ത് കൊലപാതകം പ്രതിക്ക് സ്ത്രീകളോട് ദേഷ്യമെന്ന് കോടതി. ഇംഗ്ലണ്ടിലെ ബോൺമൗത്തിൽ നടന്ന ഞെട്ടിക്കുന്ന കൊലപാതകത്തിൽ പ്രതി നാസൈൻ സാദിക്ക് സ്ത്രീകളോട് കടുത്ത ദേഷ്യം ഉണ്ടായിരുന്നതായി വിഞ്ചസ്റ്റർ ക്രൗൺ കോടതി വെളിപ്പെടുത്തി. 2024 മെയ് മാസത്തിൽ 34-കാരിയായ ഏമി ഗ്രേയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഈ വിവരം പുറത്തുവന്നത്. സാമൂഹികമായി ഒറ്റപ്പെട്ട ജീവിതം നയിച്ചിരുന്ന സാദി തൻ്റെ കുറവുകൾ മറികടക്കാൻ ഹൊറർ സിനിമകളോട് അഭിനിവേശം കാണിക്കുകയും സൈക്കോപാത്തുകളുടെ മനസ്സിനെക്കുറിച്ച് ആകൃഷ്ടനാകുകയും ചെയ്തിരുന്നു. സമൂഹത്തോടുള്ള നീരസം അവനിൽ ക്രമേണ വളർന്നതായും കോടതി കണ്ടെത്തി. സാദിയുടെ കുടുംബം സ്നേഹനിധികളാണെങ്കിലും അവൻ്റെ കത്തി ശേഖരണമോ മുന്നറിയിപ്പ് സൂചനകളോ അവർ ശ്രദ്ധിച്ചിരുന്നില്ലെന്ന് പ്രോസിക്യൂട്ടർ മൈക്കൽ ഷെറാൾഡ് വ്യക്തമാക്കി. ഈ കേസ് പ്രദേശവാസികളെ ഏറെ ഭീതിയിലാഴ്ത്തിയിരുന്നു. ന്യൂകാസിലിൽ സൈനിക രേഖകൾ തെരുവിൽ ചിതറിക്കിടന്നു. ഇംഗ്ലണ്ടിലെ ന്യൂകാസിൽ തെരുവിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. സെൻസിറ്റീവ് എന്ന് അടയാളപ്പെടുത്തിയ സൈനിക രേഖകൾ ഒരു ഫുട്ബോൾ ആരാധകൻ തെരുവിൽ ചിതറിക്കിടക്കുന്നതായി കണ്ടെത്തി. ഈ രേഖകൾ ഔദ്യോഗിക സെൻസിറ്റീവ് എന്ന് ഫുട്നോട്ടിൽ രേഖപ്പെടുത്തിയവയാണ്. ഇത് ചില സാഹചര്യങ്ങളിൽ ജീവന് ഭീഷണിയാകാമെന്ന് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്നു. സംഭവത്തെക്കുറിച്ച് ബ്രിട്ടീഷ് സൈന്യം അന്വേഷണം ആരംഭിച്ചതായി ഡൗണിംഗ് സ്ട്രീറ്റ് അറിയിച്ചു. എന്നാൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായില്ല. ഈ രേഖകൾ ചോർന്നാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെന്ന ആശങ്കയുണ്ട്. സംഭവം ന്യൂകാസിൽ നഗരത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. പീറ്റർബറോയിൽ ക്രീം എഗ്സ് മോഷ്ടിച്ചയാൾ പിടിയിൽ. ഇംഗ്ലണ്ടിലെ പീറ്റർബറോയിൽ അതിശയിപ്പിക്കുന്ന മോഷണ സംഭവം. 26-കാരനായ ഡിയോൺ ഡി ഗ്രൂട്ട് ടെസ്കോ എക്സ്പ്രസ് സ്റ്റോറിൽ നിന്ന് 220 പൗണ്ട് വിലമതിക്കുന്ന കാഡ്ബറി ക്രീം എഗ്സ് മോഷ്ടിച്ചതിന് പോലീസിന്റെ പിടിയിലായി. മാർച്ച് 22-ന് ഉച്ചയ്ക്ക് 11:40-ന് ഡോക്സ്തോർപ്പിലെ വെല്ലാൻസ് റോഡിലുള്ള സ്റ്റോറിൽ നിന്ന് ഡി ഗ്രൂട്ട് 65 ബോക്സ് ക്രീം എഗ്സ് ജാക്കറ്റിലും ഡഫിൾ ബാഗിലും തിരികെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. സ്റ്റോർ ജീവനക്കാരൻ പോലീസിനെ വിവരമറിയിച്ചതോടെ സമീപത്ത് വെച്ച് പോലീസ് ഇയാളെ പിടികൂടി. പീറ്റർബറോ മജിസ്ട്രേറ്റ് കോടതി ഡി ഗ്രൂട്ടിന് 12 ആഴ്ചത്തെ തടവ് ശിക്ഷ വിധിച്ചെങ്കിലും 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കൂടാതെ 3 മാസത്തേക്ക് കേംബ്രിഡ്ജ് ഷെയറിൽ പ്രവേശിക്കുന്നതിന് വിലക്കും ഏർപ്പെടുത്തി. മലയാളി ഡോക്ടർ NHS അപ്പോയിന്റ്മെന്റുകൾക്ക് രോഗികളിൽ നിന്നും പണം ഈടാക്കിയതായി പരാതി. സൗജന്യ സേവനത്തിന് പണം ഈടാക്കിയെന്ന ഗുരുതരമായ ആരോപണം മലയാളി ഡോക്ടർക്കെതിരെ. UK-യിൽ പീഡിയാട്രിക് കൺസൾട്ടന്റായി ജോലി ചെയ്യുന്ന മലയാളി ഡോക്ടർ അനീഷിനെതിരെയാണ് നോർത്തേൺ ഹെൽത്ത് ട്രസ്റ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ADHD, ഓട്ടിസം തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച കുട്ടികളുടെ മാതാപിതാക്കളാണ് മലയാളി ഡോക്ടർക്കെതിരെ പരാതി നൽകിയത്. NHS-ലെ കുട്ടികളെ ചികിത്സിക്കുന്നതിനുള്ള കാലതാമസം കാരണമാണ് ദുരിതബാധിതരായ കുടുംബങ്ങൾ ഡോക്ടറിന്റെ സ്വകാര്യ സേവനം ഉപയോഗിച്ചത്. ഡോക്ടർ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയത് തങ്ങളെ ബാധിച്ചതായി മാതാപിതാക്കൾ പറയുന്നു. അതേസമയം NHS അപ്പോയിന്റ്മെന്റുകൾക്ക് പണം ഈടാക്കിയെന്ന ആരോപണം ഡോക്ടർ അനീഷ് നിഷേധിച്ചു. നിലവിൽ തനിക്ക് അസുഖമുണ്ടെന്നും തനിക്ക് ഇഷ്ടമുള്ളതുപോലെ മാതാപിതാക്കളെ കാണാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തനിക്കെതിരെ പരാതി നൽകിയ മാതാപിതാക്കളെ കാണാനും അവരോട് ക്ഷമ ചോദിക്കാനും ആഗ്രഹിക്കുന്നുവെന്നും ഡോക്ടർ അനീഷ് കൂട്ടിച്ചേർത്തു. സൗജന്യ സേവനം വാഗ്ദാനം ചെയ്യുന്ന ആൻഡ്രിം ഏരിയ ഹോസ്പിറ്റലിൽ താൻ ഡോക്ടർ അനീഷിന്റെ കൺസൾട്ടേഷനായി 850 പൗണ്ട് നൽകിയതായി ഒരു രക്ഷിതാവ് ആരോപിച്ചു. നോർത്തേൺ ഹെൽത്ത് ട്രസ്റ്റ് NHS ജോലി ചെയ്തുകൊണ്ടിരിക്കെ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയ ഡോക്ടർ അനീഷ് പിന്നീട് ട്രസ്റ്റിൽ നിന്നും ജോലി ഉപേക്ഷിച്ചു. ഡോക്ടർ അനീഷിനെ കുറിച്ച് നിരവധി മാതാപിതാക്കൾ സമൂഹ മാധ്യമത്തിൽ വിമർശനവുമായി എത്തിയിരുന്നു. NHS സേവനങ്ങൾക്ക് ഡോക്ടർ അനീഷ് രോഗികളിൽ നിന്ന് പണം ഈടാക്കിയിട്ടുണ്ടെന്ന പരാതി വളരെ ഗൗരവമായി എടുത്തതായും പരിശോധിച്ചു വരുന്നതായും നോർത്തേൺ ട്രസ്റ്റ് പറഞ്ഞു. UK-യിൽ ബസ്സിൽ മലയാളി യുവാവിനെ ആക്രമിച്ചത് സ്ഥിരം ക്രിമിനൽ. ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന മലയാളി യുവാവിനെ ആക്രമിച്ചയാളെ പോലീസ് പിടികൂടി. ബസ്സിലെ CCTV ദൃശ്യങ്ങളാണ് പ്രതിയെ പിടികൂടാൻ തെളിവായത്. UK പൗരനാണ് പ്രതി. മുൻപ് നിരവധി കേസുകളിൽ അകപ്പെട്ടയാളാണ് ഇയാൾ. ഇയാളുടെ ആക്രമണത്തിൽ ബസ്സിന് 4000 പൗണ്ടിന്റെ നാശനഷ്ടം ഉണ്ടായെന്ന് പോലീസ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ മലയാളി യുവാവ് പ്ലിമത്ത് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിൽ ചികിത്സ തുടരുകയാണ്. യുവാവിന്റെ തല ബസ്സിനോട് ചേർത്ത് വെച്ച് ചവിട്ടുകയായിരുന്നു. ആക്രമണത്തെ തുടർന്ന് യുവാവിന് മുറിവേൽക്കുകയും ഗ്ലാസ് സഹിതം ബസ്സിന്റെ ജനാല തകരുകയും ചെയ്തു. ബസ് നിർത്തിയതും അക്രമി ഓടി രക്ഷപ്പെട്ടു. ബസ് ഡ്രൈവർ ആവശ്യപ്പെട്ടതോടെ പോലീസ് എത്തുകയും യുവാവിനെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. താമസ സ്ഥലത്ത് നിന്ന് 20 മിനിറ്റ് ദൂരത്തിലെ ആശുപത്രിയിലേക്ക് രാത്രി 10 മുതൽ ആരംഭിക്കുന്ന ഷിഫ്റ്റ് ജോലിക്ക് കയറാൻ വേണ്ടിയുള്ള യാത്രയിലായിരുന്നു വയനാട് സ്വദേശിയായ യുവാവ്. ലണ്ടൻ ബസ്സുകളുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനായി ആയിരക്കണക്കിന് ട്രാഫിക് ലൈറ്റുകൾ പുനഃസ്ഥാപിച്ചു.
ലണ്ടനിലെ ബസ്സുകളുടെ വേഗത വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിൽ ട്രാഫിക് ലൈറ്റുകൾ പുനഃക്രമീകരിക്കുകയും റോഡുകൾ കുഴിക്കുന്നതിന് യൂട്ടിലിറ്റി കമ്പനികളിൽ നിന്ന് ഫീസ് ഈടാക്കുകയും ചെയ്യുമെന്ന് ലണ്ടൻ ഈവനിംഗ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നു. ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടന്റെ ഈ പദ്ധതി നഗരത്തിലെ ബസ് സർവീസുകളുടെ ദീർഘകാല കാലതാമസം പരിഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ലണ്ടനിലെ ആയിരക്കണക്കിന് ട്രാഫിക് ലൈറ്റുകളുടെ ക്രമീകരണങ്ങൾ മാറ്റി ബസ്സുകൾക്ക് മുൻഗണന നൽകുന്ന രീതിയിൽ സമയം ക്രമീകരിക്കും. കൂടാതെ റോഡ് വർക്കുകൾ മൂലമുള്ള തടസ്സങ്ങൾ കുറയ്ക്കാൻ യൂട്ടിലിറ്റി കമ്പനികൾക്ക് റോഡ് കുഴിക്കാൻ അനുമതി നൽകുന്നതിന് പ്രത്യേക ഫീസ് ഏർപ്പെടുത്താൻ കൗൺസിലുകളെ പ്രോത്സാഹിപ്പിക്കും. DFLന്റെ ഈ ലൈൻ റെന്റൽ പദ്ധതി ഇതിനകം പ്രധാന റോഡുകളിൽ നടപ്പാക്കുന്നുണ്ട്. ഇത് വർഷം തോറും 5 മുതൽ 10 മില്യൺ പൗണ്ട് വരെ വരുമാനം നേടുന്നു. 2013 മുതൽ ബസ്സുകളുടെ വേഗത കുറഞ്ഞിട്ടുണ്ടെന്ന് TfLന്റെ ബസ് ഡയറക്ടർ ലോർണ മർഫി പറഞ്ഞു. ലണ്ടനിലെ 70% ട്രാഫിക് കടന്നുപോകുന്ന 95% റോഡുകളും നിയന്ത്രിക്കുന്ന 33 ബറോകളോട് ഈ പദ്ധതിയിൽ ചേരാൻ TfL ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഗതാഗതക്കുരുക്ക് കുറയ്ക്കുകയും സുരക്ഷ വർദ്ധിപ്പിക്കുകയും ബസ് സർവീസുകൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് അധികൃതർ വിശ്വസിക്കുന്നു. മ്യാൻമറിലെ ഭൂചലനത്തിൽ 144 മരണം സ്ഥിരീകരിച്ചു ഭരണകൂടം. 6 പ്രവിശ്യകൾ പൂർണ്ണമായും തകർന്നുവെന്നാണ് റിപ്പോർട്ട്. 732 പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. തായ്ലാൻഡിലെ ബാങ്കോക്കിൽ 30 നില കെട്ടിടം തകർന്ന് 5 പേർ മരിച്ചു. 117 പേരെ കാണാനില്ല. സ്ഥിതി അതീവ ഗുരുതരമാണെന്നും രാജ്യാന്തര സമൂഹത്തിന്റെ അടിയന്തര സഹായം വേണമെന്നും മ്യാൻമാർ ഭരണകൂടം ആവശ്യപ്പെട്ടു. മ്യാൻമാറിൽ ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് തൊട്ടടുത്ത രാജ്യമായ തായ്ലാൻഡിലും ശക്തമായ കുലുക്കം അനുഭവപ്പെട്ടു. ഭൂചലനത്തിന് പിന്നാലെ മ്യാൻമാറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മ്യാൻമാറിൽ ഉണ്ടായത്. പട്ടാള ഭരണമുള്ള മ്യാൻമാറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് തടസ്സം നേരിടുന്നുണ്ട്. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് HMRC ബാങ്ക് അക്കൗണ്ടുകൾ നേരിട്ട് റെയ്ഡ് ചെയ്യും. HMRC UK-യിൽ നികുതി കുടിശ്ശിക വീണ്ടെടുക്കാൻ നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പണം പിടിച്ചെടുക്കാൻ പദ്ധതിയിടുന്നതായി ടെലിഗ്രാഫ് വാർത്തയിൽ പറയുന്നു. ഈ നടപടി നികുതി വെട്ടിപ്പ് ഒഴിവാക്കുന്നതുമൂലം നഷ്ടപ്പെടുന്ന ബില്യൺ കണക്കിന് പൗണ്ട് തിരികെ ലഭിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഡയറക്റ്റ് റിക്കവറി എന്ന അധികാരം ഉപയോഗിച്ച് നികുതി അടയ്ക്കാൻ കഴിവുള്ളവർ എന്നാൽ ഇത്തരത്തിൽ നികുതി അടയ്ക്കാത്തവർക്കെതിരെ HMRC അവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം നേരിട്ടെടുക്കാം. എന്നാൽ ഇത് നടപ്പാക്കുന്നതിന് മുൻപ് ഉപഭോക്താക്കളെ കത്തുവഴിയും ടെലിഫോൺ വഴിയും ബന്ധപ്പെടാൻ ശ്രമിക്കുമെന്നും പറയുന്നു. 2015 നവംബറിൽ ആദ്യം നൽകിയ ഈ അധികാരം പാൻഡമിക് കാലത്ത് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും സജീവമാക്കുന്നത് നികുതി ശേഖരണം ശക്തമാക്കാനാണ്. HMRCയുടെ കണക്കനുസരിച്ച് ഓരോ വർഷവും ബിസിനസ്സുകളുടെ നികുതി വെട്ടിപ്പ് മൂലം 5.5 ബില്യൺ പൗണ്ട് നഷ്ടപ്പെടുന്നു. എന്നാൽ യഥാർത്ഥ നഷ്ടം ഇതിനും വലുതാകാമെന്ന് MPമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ നീക്കം നികുതിദായകർക്കിടയിൽ വിവാദമായേക്കാം. കാരണം ഇത് സ്വകാര്യതയെയും വ്യക്തിഗത സാമ്പത്തിക സ്വാതന്ത്ര്യത്തെയും ബാധിച്ചേക്കാം. നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.